അങ്ങനെ 2026 ജൂൺ കഴിഞ്ഞു. ജൂലൈയിലേക്ക് നമ്മൾ കയറുകയാണ്. ജൂലൈയിൽ ഹോളിവുഡ് ബിഗീസായ നമ്മുടെ സാക്ഷാൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസിയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെ കുറേ റിലീസുകളുണ്ട്. ദെൻ ഹൗസ് ഓഫ് ദി ഡ്രാഗണിൻ്റെ സീസൺ 3 ഇപ്പോൾ വീക്ക്ലി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എപ്പിസോഡുകളായിട്ട് ഈ മാസം ഫുള്ള് റിലീസ് ഉണ്ടാവും. അടുത്ത മാസം ഒരു 2 എപ്പിസോഡുകളൊക്കെ ആയിട്ടായിരിക്കും ഇന്ന് ഫിനാലെ അവസാനിപ്പിക്കുക. ദെൻ എല്ലാ ആഴ്ചയും നമുക്ക് വൺ പീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫിഫ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഈ മാസം ഗെയിംസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അസാസിൻ ക്രീഡിൻ്റെ ബ്ലാക്ക് ഫ്ലാഗ്, അതിന് മറ്റേ റീസിങ്ക്ഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വെർഷൻ നമുക്ക് വരാറുണ്ട്. സോ അങ്ങനെ സ്റ്റാക്ഡാണ് ജൂലൈയിൽ. ഒരുപാട് നല്ല പ്രതീക്ഷിക്കുകയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. സോ ജൂലൈ മാസത്തെ റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജൂലൈ 1 തന്നെ ഓൾറെഡി ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഇന്നലെ 2-3 സിനിമകളൊക്കെ റിലീസ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് എനോള ഹോംസിൻ്റെ 3 നെറ്റ്ഫ്ലിക്സിലുള്ള റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മില്ലി ബോബി ബ്രൗൺ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമകളായിരുന്നു. അത് ഓൾറെഡി ഇതിൻ്റെ തേർഡ് പാർട്ടി ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല, വെറുതെ അങ്ങോട്ട് ഇറക്കി. ഇപ്പോൾ എന്താ സംഭവം എന്നുള്ളതിൽ കണ്ടു നോക്കണം. വിശാഖപട്ടണം എന്ന് പറഞ്ഞ ഒരു സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെ നമ്മുടെ ഐശ്വര്യ രാജേഷൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സീരീസ് ഓൾറെഡി ഇന്നലെ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് 2-ാം തീയതി മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിസ്പെക്കബിൾ മീ ഫ്രാഞ്ചൈസില്ല, അതിൽ 7ാമത്തെ പടമാണ്. പോരാത്തതിന് നമ്മുടെ ഈ മിനിയൻസിനെ മാത്രം കേന്ദ്രീകരിച്ച് കുറച്ച് പടങ്ങൾ ഇതിന് മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്രീക്വലായിട്ട്. അങ്ങനെ ഇറക്കുന്ന പ്രീക്വലിലെ 3ാമത്തെ പ്രീക്വലാണ്. പ്രീക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ മറ്റൊരു മിനിയൻസ് മൂവി. ഇതെല്ലാം തന്നെ കിഡ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. മറ്റേ ക്യാരക്ടേഴ്സിനൊന്നും ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ മിനിയൻസിനെ കേന്ദ്രീകരിച്ച് കുറേ എത്രയോ വർഷം മുമ്പുള്ള പരിപാടിയായിട്ടാണ് ഇവർ കാണിക്കാൻ പോകുന്നത്. സോ മിനിയൻസിൻ്റെ പ്രീക്വൽ 2-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ സന്ദീപ് കിഷൻ പ്രധാന വേഷത്തിലെത്തുന്ന സൂപ്പർ സുബു എന്ന് പറഞ്ഞൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ വേപ്പർ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് സൈഫൈ ത്രില്ലർ സീരീസും കൂടി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട് 2-ാം തീയതി. പിന്നെ ആപ്പിൾ TV+ന്റെ സിലോ എന്ന് പറഞ്ഞ സീരീസ് ജൂലൈ 3-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ റബേക്ക ഫെർഗൂസൺ പ്രധാന വേഷത്തിലെത്തിയ സീരീസ് ആയിരുന്നു. റബേക്ക ഫെർഗൂസൺ ഈ വർഷം തന്നെ നമുക്ക് ഡ്യൂൺ ഇറങ്ങുന്നുണ്ട്, ഡ്യൂൺ പാർട്ട് 3. ഈ സീരീസിൻ്റെ ആദ്യ 2 സീസണുകൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. തേർഡ് സീസൺ ഇപ്പോൾ എന്താണ് ഇവർ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാണോ എന്നുള്ളതൊക്കെ അറിയില്ല, കണ്ടുനോക്കിയാൽ അറിയുള്ളൂ. then ഈ 3-ാം തീയതി തന്നെ ആൽഫ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നു. നമ്മുടെ അലിയ ഭട്ടിൻ്റെ നമ്മുടെ YRFൻ്റെ സ്പൈ യൂണിവേഴ്സ് ഇല്ലേ, അതിലടങ്ങുന്നൊരു സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് തന്നെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വാർ 2ൻ്റെ അവസാനം എൻ ക്രെഡിറ്റിലോ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഇതുപോലെ നമ്മുടെ ഹൃത്തിക് റോഷൻ ഒരു ക്യാമിയോ റോളിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. then ഇതേ 3-ാം തീയതി തന്നെ ഗാട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ട്. നമുക്ക് ഓൾറെഡി ഒരു നല്ല പടമായിരുന്നു ഫസ്റ്റ് പാർട്ട്. നമ്മുടെ വിഷ്ണു വിശാലും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വിഷയത്തിൽ സിനിമയായിരുന്നു. നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോമഡി ആക്ഷനൊക്കെ നിറഞ്ഞൊരു ചെറിയൊരു പടം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ ജൂലൈ 3-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. then അരൂപി എന്ന് പറഞ്ഞൊരു മലയാളം ഹൊറർ മൂവിയും 3-ാം തീയതി ഇറങ്ങുന്നുണ്ട്. then ബേബി ഡൂ ഡൈ ഡൂ എന്ന് പറഞ്ഞ് ഒരു ഹിന്ദി ചിത്രം, നമ്മുടെ ഹുമാ ഖുറേഷി പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇത് 3-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. then തെലുങ്കിൽ നിന്ന് ഒരു അഡ്വഞ്ചർ മോഡിലുള്ള നാഗബന്ധം എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. then ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ പ്രീതമൻ പെഡ്രോ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്കുമാർ ഹിറാനി ഒരുക്കുന്ന പുതിയൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതുകൂടാതെ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ നമ്മുടെ ഹിബ് ജാക്മാൻ്റെ A24 പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. ഇതും 3-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഓൾറെഡി പുറത്തൊക്കെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് റിലീസ്, സാധാരണയൊക്കെ നേരത്തെയാണ്. ഹിബ് ജാക്മാൻ്റെ ഓൾറെഡി നമ്മുടെ ഷീപ്പ് ഡിറ്റക്റ്റീവ് അത് ഇറങ്ങി ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടുനോക്കണം, നല്ല അടിപൊളി പടമാണ്. സോ ഇത് റോബിൻ ഹുഡിൻ്റെ വേറൊരു ടേക്കാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ പടത്തിൽ. A24 എന്നുള്ളൊരു ബാനർ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയുണ്ടെന്ന് കാണാനൊരു ആകാംക്ഷയുണ്ട്. then 9-ാം തീയതിയാണ് നമ്മുടെ പൃഥ്വിരാജ് ചിത്രം ഐ നോബഡി പുറത്തിറങ്ങുന്നത്. ഈ സാധനം എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ പരിപാടി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ട്രെയിലറോ ടീസറോ അത് കണ്ടപ്പോൾ ഒരു ഹൈപ്പുണ്ട്. എന്തോ നമ്മൾ സ്ഥിരം കാണുന്ന സാധനമല്ല. നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടുവരുന്ന പൃഥ്വിരാജ് പടങ്ങൾ പോലെയല്ല, കുറച്ചൊക്കെ വെറൈറ്റി ഉള്ള സാധനമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഓൾറെഡി അടുത്ത മാസം എന്തോ നമ്മുടെ ഖലീഫ പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട്. അടുത്ത മാസം അത് ഓണത്തിന് എന്തായിട്ട്. സോ അതിന് മുമ്പായിട്ട് ഐ നോബഡി പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ആക്ഷൻ ബ്ലോക്കുകളൊക്കെ എത്രയോ കാലം ആക്ഷൻ മാത്രം ഷൂട്ട് ചെയ്തിരുന്നതൊക്കെ കേട്ടിരുന്നു. സോ കുറേ അധികം എന്നാൽ വലിയ രീതിയിലുള്ള ആക്ഷൻ സാധനങ്ങളൊന്നും ഇതിൻ്റെ ട്രെയിലറിൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കാണിച്ചിട്ടുമില്ല. സോ എന്തൊക്കെയോ സർപ്രൈസസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് ഈ പടം വരുന്നത്. എൻ്റെ ഒരു ട്രെയിലറിന് ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. ആ ഒരു സ്വാഗ് ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഐ നോബഡി 9-ാം തീയതി, അതായത് ജൂലൈ 9-ാം തീയതിയാണ് പുറത്തിറങ്ങുന്നത്. then 10-ാം തീയതി ഈവിൾ ഡെഡ് ബേൺ എന്ന് പറഞ്ഞ പുതിയൊരു ഈവിൾ ഡെഡ് സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിലെ അറൗണ്ട് ഒരു 7-ാമത്തെ 8-ാമത്തെ 10-ാമത്തെ അങ്ങനത്തെ വലിയ സിനിമയാണ്. പക്ഷേ ഇത് സ്റ്റാൻഡ് അലോൺ സീക്വലാണ്. നമുക്ക് മറ്റ് സിനിമകൾ കാണുന്ന ഒരു നിർബന്ധമില്ല. ഈ കഴിഞ്ഞ 2-3 കൊല്ലത്തിന് മുമ്പ് ഐ തിങ്ക് 2023 ഈവിൾ ഡെഡ് റൈസ് എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചിലപ്പോൾ OTT കണ്ടാൽ എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടോ എന്നുള്ളത്. തിയേറ്റർ കുലുങ്ങിയിരുന്നു. ഒരു ഭയങ്കര അധികം ഒരു കിഡിലൻ ഹൊറർ വൈബ് തന്ന സാധനമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഏലിയൻ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഒരേ വർഷം ഇറങ്ങിയതാണ്. രണ്ടും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലത്തെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആവും ഈ ഈവിൾ ഡെഡ് ബേൺ എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്
2023. അതായത് ഈവിൾ ഡെഡ് മറ്റേ റൈസ് ഇറങ്ങിയ അതേ വർഷം തന്നെ ഇറങ്ങിയൊരു പടമാണ്. ഇത് ഒരു ചെറിയ പടമാണ്. ഒരു 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 ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൽ കുറേ സ്പൈഡേഴ്സ് വരും. എട്ടുകാലികൾ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞു. മറ്റേ ഈ ഒരു അരാക്നഫോബിയ എന്ന് പറയില്ലേ, ഈ ഒരു ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. എനിക്ക് ആ സാധനമുണ്ട്. എനിക്ക് എട്ടുകാലികൾ പേടിയാണ്. സോ അങ്ങനെയുള്ളവർക്ക് കാണാൻ പറ്റിയൊരു കിടിലൻ പടമാണ്. അത് അധികം പോപ്പുലർ അല്ല ഈ പടം, പക്ഷേ ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ മോഡിലൊരു സാധനമാണ്. അതിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു പടം ഇറക്കുന്നത്, ഈവിൾ ഡെഡ് ബേൺ. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് ഈ ഒരു പടം. മൂപ്പരിങ്ങനെ വെറുതെ സാധനങ്ങളൊന്നും ഇറക്കില്ല, കുറച്ച് വെറൈറ്റി ഉള്ളൊരു ടേക്ക് ആയിരിക്കും പ്രതീക്ഷിക്കാം. എന്നാൽ ഇതേ 10-ാം തീയതി തന്നെ നമ്മുടെ മോവാന എന്ന് പറഞ്ഞ സിനിമയില്ല, അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്, നമ്മുടെ ഡ്വെയിൻ ജോൺസൺ, നമ്മുടെ റോക്കൊക്കെ ആയിട്ട്. സോ ഇതിൻ്റെ ലൈവ് ആക്ഷൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ കണ്ടാലേ അറിയുള്ളൂ. ഈ അടുത്ത് ഇതേപോലൊരു പടം എനിക്ക് ഡിസ്നിയുടെ വന്നിട്ട് എനിക്ക് ലൈവ് ആക്ഷൻ കണ്ടിട്ട് എനിക്ക് വെറുത്ത് പോയിരുന്നു. ഐ തിങ്ക് മറ്റേ സ്ലീപ്പിംഗ് ബ്യൂട്ടിയോ അങ്ങനെ ഏതൊരു സാധനം വൻ ശോക സാധനമായിരുന്നു. സ്നോ വൈറ്റ്, ഐ തിങ്ക് സ്നോ വൈറ്റ് ആയിരുന്നു. ഇനി അതേപോലെയൊക്കെ ആവുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ചില സാധനങ്ങൾക്ക് ലൈവ് ആക്ഷൻ വേണ്ട ശരിക്കും. പക്ഷേ എനിക്കറിയില്ല, ഇതിപ്പോൾ മോണൊക്കെ പുതിയ പടമാണ്. അതിൻ്റെയൊക്കെ ഈ റീസെൻ്റ്ലി അതിൻ്റെ സെക്കൻഡ് പാർട്ടോ എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആനിമേറ്റഡ്. തന്നെ ഈ 10-ാം തന്നെ ഇക്ക എന്ന് പറഞ്ഞൊരു ഹിന്ദി ചിത്രം, ഒരു ലീഗൽ ഡ്രാമയാണ്. നമ്മുടെ ബോബി ഡിയോളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന, ബോബി ഡിയോളല്ല മറ്റേ സണ്ണി ഡിയോളൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. ഇത് ആക്ച്വലി തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഇതിപ്പോൾ ഡയറക്റ്റ്ലി OTT റിലീസായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നൊരു പടമാണ്. 10-ാം തീയതി ധമാൽ 4 എന്ന് പറഞ്ഞാൽ മറ്റേ അജയ് ദേവ്ഗണിൻ്റെ ആ ഒരു ധമാൽ ഫ്രാഞ്ചൈസിലെ 4-ാമത്തെ പടം, ഒരു കോമഡി അഡ്വഞ്ചർ മോഡിലുള്ളൊരു പടം 10-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ആൽഫ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റെയിൽവേ മാൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, അതിൻ്റെ ഡയറക്ടറാണ്. ആളുടെ ആ ഒരു കിടിലം വർക്കായിരുന്നു അത്. അധികം ആൾക്കാർ കണ്ടിട്ടില്ലാത്ത, അധികം പോപ്പുലർ അല്ലാത്തൊരു സീരീസാണെന്ന് എൻ്റെ ഒരു തോന്നൽ. കാരണം നമ്മുടെ മാധവനൊക്കെ ഉള്ള ഒരു കിടിലൻ മറ്റേ ഭോപ്പാൽ ദുരന്തം ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരു മിനി സീരീസാണ്, 4 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര അധികം ഗ്രിപ്പിംഗ് ആയിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമായിരുന്നു. സോ അതിൻ്റെ ഡയറക്ടറാണ് ആൽഫ ഇറക്കുന്നത്. ഈ റെയിൽവേ മാൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോക്കുക, അടിപൊളി സാധനമാണ്, നെറ്റ്ഫ്ലിക്സിലാണ്. ഈ 10-ാം തീയതി തന്നെ ലെനിൻ എന്ന് പറഞ്ഞ നമ്മുടെ അഖിൽ അക്നേനിയുടെ ചങ്ങായി, നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒരു പടം ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മൂപ്പരുടെ അഖിൽ അക്നേനിയുടെ അടുത്ത പടം ലെനിൻ എന്ന് പറഞ്ഞു. മറ്റേ ഭാഗ്യശ്രീ ഘോഷൊക്കെയാണ് അതിൽ കോസ്റ്റാറായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു പടം, തെലുങ്ക് പടം കൂടി 10-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. 15-ാം തീയതി ആപ്പിൾ TV+ലൂടെ ലക്കി എന്ന് പറഞ്ഞൊരു മിനി സീരീസ്, നമ്മുടെ ആനിയ ടൈലർ ജോയ് പ്രധാന വേഷത്തിലുള്ള സീരീസും കൂടി ആപ്പിൾ TV+ൽ പുറത്തിറങ്ങുന്നുണ്ട്. 16-ാം തീയതിയാണ് ജോജി ജോർജിൻ്റെ വരവ് പുറത്തിറങ്ങുന്നത്. ഈ വരവ് വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഐ തിങ്ക് മെയ്യിൽ എന്തോ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു, മെയ്യിലോ ഏപ്രിലോ എന്തോ, പിന്നെ ജൂണിലായി, പിന്നെ ജൂലൈ ആയി. ഇതിപ്പോൾ അവസാനം ജൂലൈയിലാണ് വന്ന് നിൽക്കുന്നത്. ഇതെന്താണ് ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റാൻ കാരണം എനിക്കറിയില്ല. ബാക്കി അതിനിടയിൽ വേറെ കുറേ പടങ്ങൾ ഇറങ്ങിപ്പോയി. സോ ഷാജി കൈലാസ്, ജോജി ജോർജ് ചിത്രം വരവ് 16-ന് വരും എന്ന് പറയുന്നുണ്ട്. വരുമോ ഇല്ലോ എന്നൊക്കെ വരവ് വന്നാൽ മാത്രമേ അറിയുള്ളൂ. ദെൻ 17-ാം തീയതിയാണ് നമ്മുടെ ദി എപ്പിക് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി പുറത്തിറങ്ങുന്നത്. ഹോമറിൻ്റെ ഇതിഹാസ കാവ്യം അതേപോലെ തന്നെ മൂപ്പര് പകർത്താൻ പോവാണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് റൂമേഴ്സ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാസ്റ്റ് പ്രശ്നം, മറ്റേ എലിയോട്ട് പേജിനെ കാസ്റ്റ് ചെയ്ത് ഇത് ആഫ്രിക്കൻ ഇതാക്കി, മറ്റേ ഓസ്കാർ കിട്ടാൻ വേണ്ടി നോളൻ കളിച്ചു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നോളൻ ഈസ് നോളൻ. മൂപ്പര് വെറുതെ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മൂപ്പരിൽ എന്തൊക്കെ തന്നെ ആയാലും പട്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഐമാക്സിൽ ഫസ്റ്റ് ഷോ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നോളൻ്റെ പടത്തിലെ കഥയല്ല, അല്ലാതെ ഈ ഹോമറിൻ്റെ ഒരു കംപ്ലീറ്റ് എപ്പിക് സാഗയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ സ്റ്റോറി, ഹോമറിൻ്റെ നമ്മുടെ ഇലിയഡും ഈ ഒരു ഒഡീസിയും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ആ ഗ്രീക്ക് ട്രോജൻ യുദ്ധവും ഈ പറയുന്ന ഒഡീസിയസിൻ്റെ ആ ഒരു യാത്രയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റോറി എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അത് കിട്ടിയ ഒരു ഏകദേശം ഐഡിയ കിട്ടും എന്താ നടക്കണമെന്നുള്ളത്. കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവില്ല. വളരെ ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ടൈമിൽ മാക്സിമം എത്ര കാണിക്കാൻ പറ്റും അത്ര ഒരു കാണിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ അതിന് മുമ്പും ശേഷവും നടന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ബാക്കി ഈ ഒരു ഒഡീസിയെ പറ്റിയിട്ടുള്ള കാസ്റ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് 17-ാം തീയതി തന്നെ ഈസ്റ്റ് പാലസ് എന്ന് പറഞ്ഞൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ 23-ാം തീയതി ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ GV പ്രകാശ് കുമാറും കൈഡ് ലോഹറൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമ എന്തോ ആണ്. ഇത് തമിഴ് സിനിമയാണ്. ഇത് 23-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ 25-ാം തീയതി ബ്ലീച്ച് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, നമ്മുടെ ആനിമി സീരീസാണ്, ആനിമിയാണ്. കിട്ടുന്ന സാധനമാണ്. അത് കുറേ ഉണ്ട്, കുറച്ചൊന്നുമല്ല, അറൗണ്ട് ഒരു 10, 300, 350, 400 എപ്പിസോഡുകളിൽ അടുത്തുണ്ട്. പക്ഷേ ഈ സാധനത്തിൻ്റെ അവസാനത്തെ ഒരു ആർക്കുണ്ട്, ഈ 1000 ഇയർ ബ്ലഡ് വാർ എന്ന് പറഞ്ഞൊരു ആർക്കുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന ആനിമേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു പോയിന്റിൽ നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് തുടങ്ങിയൊരു സാധനമാണ്. ഈ 1000 ഇയർ ബ്ലഡ് വാർ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കണ്ടിങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 1000 ഇയർ ബ്ലഡ് വാർ തന്നെ ഇവരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ പാർട്ടിപ്പാക്കി. പക്ഷേ എല്ലാം അടിപൊളിയാണ്.
അതിൻ്റെ 4ാമത്തെ പാർട്ട്, അതായത് ഈ ബ്ലീച്ചിൻ്റെ ഫിനാലെ, കംപ്ലീറ്റ് ഫിനാലെ നമുക്ക് ജൂലൈ 25 പുറത്തിറങ്ങും. സോ ബ്ലീച്ചിൻ്റെ 1000 ഇയർ ബ്ലഡ് വാറിൻ്റെ അവസാനത്തെ പാർട്ട് 4 ദി കലാമിറ്റി ജൂലൈ 25 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അറൗണ്ട് ഒരു 10-13 എപ്പിസോഡുകൾ ഉണ്ടാവും ഈ ഫിനാലെ സീസണും. കണ്ടന്റ് അടിപൊളിയാണ്, കണ്ടുവെക്കുക, നല്ല കിടിലൻ സാധനമാണ്. ദെൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ജൂലൈ 30 പുറത്തിറങ്ങുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ഞാൻ കേട്ടത് ജൂലൈ 31 നമുക്ക് ഇന്ത്യയിൽ ഒരു ദിവസം പ്രയോറായിട്ട് മുമ്പായിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഡേ, ഫസ്റ്റ് ഷോ, ഫാൻ ഷോ, ടിക്കറ്റൊക്കെ നമ്മളെ കേരളത്തിലെ ടിക്കറ്റൊക്കെ ടോം ഹോളണ്ട് പ്രകാശനം ചെയ്യുന്നതൊക്കെ നമ്മുടെ മാർവൽ ഫാൻസ് കേരളമൊക്കെ കാണിച്ച് നമ്മൾ കണ്ടു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. അവിടെ പോയിട്ട് ഈ സാധനമൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ, ഈ അടുത്തൊന്നുമല്ല, എൻ്റെ അറിവിൽ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഹോളിവുഡ് ആക്ടറിനെ വെച്ചിട്ട് ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഫാൻ ഷോ, ഒരു കൊച്ചിയിൽ നടക്കുന്ന ഒരു ഫാൻ ഷോയുടെ ടിക്കറ്റ് പ്രകാശനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഒരുപാട് ഹൈപ്പുള്ളൊരു സാധനമാണ് ആക്ച്വലി. ഇപ്പോൾ ടോം ഹോളണ്ട് ഒഡീസിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവഞ്ചേഴ്സിൻ്റെ ഡൂംസ്ഡേ വരുന്നുണ്ട്. വലിയ എൻഡ് ഗെയിം പോലത്തെ പടമാണ്. അതിൻ്റെ കുറേ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്രയും പോലും, അല്ലെങ്കിൽ ഇത്രയൊന്നും ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേക്ക് കിട്ടുന്ന അത്രയും പോലും റിസപ്ഷന് അതിന് ഒരു പക്ഷേ ഇനി സമയം എടുക്കുന്നതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ ഇതൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇനി ഫുള്ളായിട്ട് ഡൂംസ്ഡേ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇതിന് കിട്ടുന്ന ഹൈപ്പ് ചെറുതൊന്നുമില്ല. ഈ റീസെൻ്റ്ലി ഇത്രയും ഹൈപ്പ് കിട്ടിയൊരു സ്പൈഡർമാൻ പടം ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഐ തിങ്ക് നോ വേ ഹോം കഴിഞ്ഞിട്ടാണ് ഒരു 3 പേരും കൂടി ഒരുമിച്ച് വരുന്ന ഒരു പടം പോലും അത്രയധികം റിസപ്ഷൻ കിട്ടിയിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹൈപ്പാണ് ഈ പടത്തിന്. ഇതിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഇത് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ നമ്മൾ സ്റ്റേജിങ്ങൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ട്രക്കിന് മേലെ ടോം ഹോളണ്ട് വന്ന് നിൽക്കുന്നതൊക്കെ. സോ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ദെൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വേറെ നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങൾ നടക്കാൻ പോകുന്നൊരു പടമാണ്. നമുക്ക് ഇതുവരെ കാണാത്തൊരു വില്ലനാണ് ഹൾക്കുണ്ട് ഈ ഒരു പടത്തിൽ. ഡെയർ ഡെവിൾ വരും എന്ന് പറയുന്നുണ്ട് ഈ പടത്തിൽ. പണിഷർ ഓൾറെഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു പടത്തിൽ. സോ ഒരു മാർവലിൻ്റെ ഒരു പ്രോപ്പർ സിനിമാറ്റിക് പടം. നമ്മളിപ്പോൾ വെറുതെ ഒരു സ്പൈഡർമാൻ അല്ല, അതിനിടയിൽ വേറെ കുറേ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്, ഓർഗാനിക് വെബ് വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്പൈഡർമാൻ പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ണിലൊക്കെ ലെൻസ് വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ട്രെയിലറിൽ കണ്ടാണ്. സോ ഒരു കിടിലം പടമാണ് പ്രതീക്ഷിക്കുന്നത്. കിടിലം പടം തന്നെ ആയിരിക്കും ഉറപ്പാണ്. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ ജൂലൈ 30 പുറത്തിറങ്ങുന്നത്. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ മാസത്തിൽ വലിയ വലിയ റിലീസുകൾ. ഇതിൽ ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക. പോരാത്തിന് ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത്, സീരീസ് ഏതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.